ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നാളെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ഓൾറെഡി ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ ഞാൻ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്ന് അതിൻ്റെ തലേ ദിവസമാണ്. ഇന്നാണ് മെഹന്തിയും ഹൽദി ഫംഗ്ഷനൊക്കെ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:15 ആയി. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ഹൽദി ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നാളത്തെ വെഡ്ഡിങ് വിശേഷവും കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിയിട്ടോ. കാര്യം ഞാനൊരു 5 മണി കഴിഞ്ഞപ്പോൾ റെഡി ആയെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഒരു 6 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ വീട് എത്തിയിട്ടോ. അപ്പോൾ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടോ. അപ്പോൾ അവിടെ തന്നെയായിട്ട് സ്റ്റേജൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ചേച്ചി അവിടെ സൈഡിലൊരു വീട്ടിൽ ഷൂട്ട് ചെയ്യായിരുന്നു. അതിനുശേഷം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതേ വെള്ളമൊക്കെ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. കല്യാണ പെണ്ണിൻ്റെ ചേട്ടൻ എന്താണ് കല്യാണമായിട്ട് പറയാനുള്ളത്? ചേട്ടൻ കരയോ നാളെ? ഉറപ്പാണോ? കരഞ്ഞാൽ ബെറ്റ്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം മെഹന്തി ആയിരുന്നു, എന്നിട്ടായിരുന്നു ഹൽദി. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മെഹന്തിയും വെറ്റിലയും നാരങ്ങയും പിന്നെ യെല്ലോ കളറായിട്ട് കുറേ സംഭവങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ലഡ്ഡു, അതുപോലെ തന്നെ ഓറഞ്ച്, മുസമ്പി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ചേച്ചി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ദേ എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയും ദേ വന്നിട്ടുണ്ട് കേട്ടോ. മെഹന്തിയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ദേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ്. അതായത് നമ്മുടെ കല്യാണ പെണ്ണ് മൂത്തവർക്ക്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദക്ഷിണ കൊടുക്കുന്നത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് മെഹന്തി ഇടാനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അപർണ ചേച്ചീനെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വ്ളോഗിലെടുത്തതാട്ടോ. ഈ ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത്. അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനിയൊക്കെയാണ്. അപ്പം അങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കാണ്ട് പിന്നെ ചേച്ചിയുടെ അച്ഛൻ്റെ അവിടെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിക്കുന്ന സംഭവമൊക്കെയാണ്. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സ്റ്റേജിൽ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും ഇല്ല. ഏതൊക്കെ വീഡിയോസാണ് ഉള്ളതെന്ന് പോലും ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴായിട്ട് എനിക്ക് അറിയുള്ളൂ. കാരണം മിക്ക വീഡിയോസും ഹൽദിയുടെയും വെഡ്ഡിങ്ങിൻ്റെ എടുത്തത് ചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടോ. ഞങ്ങൾ കസിൻസ് എല്ലാവരുടെയും ഒരുമിച്ച് കയറാനാണ് വിചാരിച്ചത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു രണ്ടുപേര് വെച്ച് പോകാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ 2 പേര് വെച്ചായിട്ട് പോയതാണ്. ഇത് കൂടെ ഇരിക്കുന്നത് ആതിര ചേച്ചിയാണ്, ധനി ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരുടെയാണ് ആദ്യം കയറിയത്. അപ്പോൾ ചേച്ചി പറയുകയാണെങ്കിൽ ചേട്ടനൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ പിന്നെ ചേട്ടനൊരു കമ്പനിക്ക് ഞാൻ വീണ്ടും കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മെഹന്തി ഇട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്. അപ്പോൾ കയറി അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ പപ്പയും അമ്മയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവരും ഒരുമിച്ചാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഇല്ല എൻ്റെ കയ്യിൽ. ഇത് ധീരജേട്ടനും ധീരജേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. പക്ഷേ ധീരജേട്ടൻ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഭയങ്കര നാച്ചുറലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പിന്നെ അപ്പോൾ തന്നെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളൊക്കെ ലാസ്റ്റാണ് കഴിച്ചത്. ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ മെഹന്തിക്ക് ശേഷം നമ്മൾ അടുത്തത് ഹൽദി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ചേച്ചി ഹൽദി ഔട്ട്ഫിറ്റൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഷോളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചേച്ചീനെ കൊണ്ടുവരായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഇങ്ങോട്ട് വരാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ കുറേ കോമഡിയൊക്കെ നടന്നു ഈ ഷോള് പിടിക്കാനുള്ള കാര്യത്തിൽ. അതിലൊക്കെ ആദ്യം നമ്മുടെ ബോയ്സ് അവരോടൊക്കെയാണ് പറഞ്ഞത്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തന്നെ പിടിക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ അവിടെ കുറേ കോമഡിയൊക്കെ നടന്നു കേട്ടോ. അത് ശേഷം ഞങ്ങൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഓരോന്ന് ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു തരാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ഞങ്ങളതിൻ്റെ ഇടയ്ക്കൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഷോൾ പിടിച്ചിട്ട് കയ്യിലിങ്ങനെ മസിലേറി വേദന എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു ചേച്ചിയുടെ സിംഗിൾ. അത് കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സും മറ്റേ ബ്രൈഡ് ടു ബിയുടെ സാക്ഷിയും അതുപോലെ തന്നെ കണ്ണടയൊക്കെ വയ്ക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയാണ് വിളിച്ചത്, അപർണയും ഞാനും ആണ് പോയേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ ഹൽദിയുടെ മഞ്ഞൾ തേക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ധീരജേട്ടനും അമ്മായിയും കൂടി വന്നിട്ട് മഞ്ഞൾ തേപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ്സൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ വന്നു കേട്ടോ. മധുരം കൊടുത്തേ. അപ്പോൾ അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫോണൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഫോൺ വർക്കാവുന്നില്ല, അപ്പോൾ പിന്നെ അടുത്തത് കൊടുക്കുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതിന് മുമ്പത്തെ കുറച്ച് സീൻസൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊസിഷൻ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഡാൻസ് ഞാൻ യൂട്യൂബിൽ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ പാട്ടൊന്നും ഇതിൽ കൊടുക്കുന്നില്ല. ആൻഡ് ഈ ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട്, അത് ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ആ ഒരു ദിവസത്തിലൊരു 2-3 മണിക്കൂറാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 6 മിനിറ്റുള്ള ഡാൻസാണ് കേട്ടോ കളിച്ചത്. പല പാട്ടുകളും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കളിച്ചത്. അപ്പോൾ ഈ ഡാൻസ് സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഏതാ പാട്ടെന്ന് ഫസ്റ്റ് തന്നെ. പക്ഷെ ഞാനിത് ഫുള്ളായിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. ഇപ്പോഴാണ് ശരിക്കും എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു ഇത് ക്ലിയർ അല്ലല്ലോ എന്ന് ചേട്ടൻ തന്നെ പറയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അടുത്തത് എൻ്റെ ഒരു സിംഗിൾ ഡാൻസ് ഉണ്ടായി, ഒരു സോളോ പെർഫോമൻസ് ഉണ്ടായി. ആക്ച്വലി ഞാനത് ഒന്നും പഠിക്കാണ്ട് കളിച്ചതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കളിച്ച ഡാൻസാണ്, പക്ഷേ കുറേ നാൾക്ക് മുമ്പാണ് ഞാനിത് കളിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ കുറേ പറഞ്ഞു ഞാൻ കളിക്കണില്ല എന്ന്. പിന്നെ എല്ലാവരോടും നിർബന്ധിച്ച് അങ്ങനെ എന്താ പറയുക, പ്രസാദ് ചേച്ചനൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ കളിച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അടുത്ത അടവെടുത്തു എൻ്റെ കയ്യിൽ പാട്ടില്ലാന്ന്. അപ്പോൾ പിന്നെ പാട്ടും ഓൾറെഡി ധീരജേട്ടൻ സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കയറി കളിച്ചതാണ് കേട്ടോ. എനിക്ക് കളിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു സോളോ കളിച്ചതാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഹൽദി മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണ്. അപാരം. ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഒറിജിനൽ ഫേസ്. നേരത്തെ ഫുൾ മേക്കപ്പ് ആയിരുന്നു. ഇനി നമ്മൾ ഇതിൽ ജടകളൊക്കെ കാണും. ചേച്ചി കല്യാണമായിട്ട് എന്താണ് പറയാനുള്ളത്? ഇല്ല. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. നാളെ ഇറങ്ങുമ്പോ കരയോ? അതെ, ഈ സാധനം ഹൈലൈറ്റ്സിൽ ഇട്ടിട്ട് കാണിക്കോ? നോക്കണം. അപ്പൊ ഇന്നലെ മറ്റേ ബാച്ചിലേഴ്സ് ലാസ്റ്റ് ഡേ. ഇനി മുതൽ സിംഗിൾ അല്ല. ചേട്ടന് സങ്കടായി തോന്നുന്നു. ചേച്ചി പോ. സദ്യയോ? ഓ ഇത് തട്ടിയില്ല. പിന്നെ
ക്ഷീണമൊന്നുമില്ല. ഇപ്പൊ ഓണം വരുമ്പോ ഓണമാൻ ക്ഷീണം അതല്ല ഞാൻ ചോദിച്ചേ. നാളെ കല്യാണമുണ്ട്, അങ്ങനെ സദ്യയുണ്ട്, പിന്നെ ഇവിടുന്ന് ഇറങ്ങാൻ സ്ഥലത്ത് അങ്ങനെ കുറച്ച് അതിൽ ഏത് ഇറങ്ങാൻ നമ്മളപ്പോൾ ധനി ചേച്ചിയുടെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, കല്യാണമായിട്ട് എന്താണ് പറയാനുള്ളത്, എന്താണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ അനഘ ചേച്ചി ഇവിടെ എൻ്റെ ഹാഫ് സാരിക്ക് കേട്ടോ പ്ലീറ്റ്സ് എടുക്കുന്നത്. അനഘ ചേച്ചി എനിക്ക് കളിച്ച് നടന്ന വീട്. ഇത് നിന്റെ അമ്മ, ഇത് നിന്റെ അച്ഛൻ, ഇത് ചേട്ടൻ. അതിന്ന് നീ ഇങ്ങനെ വഴുതി പോവാണ് വേറെ ജീവിതത്തിലേക്ക് വഴുതി പോകുന്നു. അവിടെ വേറെ ആൾക്കാരാണ്. ഇത് ആക്ച്വലി ഒരു കോമഡി സീനാണ് കേട്ടോ. അതായത് ധനി ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ട് ആതിര ചേച്ചി. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. ഇനി നീ വേറൊരു വീട്ടിലേക്ക് പോവാണ്, അങ്ങനെ അപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എന്നൊന്നും പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടപ്പോ എടുക്കുന്നു. എത്ര മണിയായി സമയം? 12 മണിയായി ഗൈസ്. ചേച്ചി 4 മിനിറ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കല്യാണ ദിവസമായി. അപ്പൊ നമുക്ക് 12 മണിയാകുമ്പോ 4 മിനിറ്റ്. അപ്പം ഞാൻ കുറച്ച് പിക്സും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിക്സ് ഒന്നും ആഡ് ചെയ്യാൻ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് എടുത്തില്ല. കാരണം വെഡ്ഡിങ് വീഡിയോയും ഹൽദി വീഡിയോയും ഒരുമിച്ച് ഒരു വീഡിയോ ആക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തതാണ് കേട്ടോ. വൈൻഡപ്പ് ഒക്കെ പറയാൻ നമുക്ക് ഫോട്ടോസൊന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ സെൽഫീസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വെഡ്ഡിങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഞാൻ നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.